പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇത് ഞായറാഴ്ച ദിവസമാണ്. എല്ലാവരുടെയും ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ തന്നെ ആയിരിക്കും. ചിലവരൊക്കെ എണ്ണിച്ചില്ല എന്ന് തോന്നുന്നല്ലേ, ഇപ്പോഴും എണ്ണിക്കാത്തവരുണ്ട്. അപ്പോൾ ഉറക്കമൊക്കെ മാറി എല്ലാവരും ഒന്ന് സ്ട്രോങ് ആയിക്കേ. ദൃശ്യം കാണാത്തവരെല്ലാം ദൃശ്യം പോയി കാണുക. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം വേൾഡ് വൈഡ് കളക്ഷൻ, ഇന്ത്യ ഗ്രോഫ്, കർണാടക കളക്ഷൻ, തമിഴ്നാട് കളക്ഷൻ, ഇതൊക്കെ അറിയാനുള്ള താല്പര്യത്തിൽ തന്നെയാണല്ലോ എല്ലാവരും, അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ ഇന്ത്യ ഗ്രോഫ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യ ഗ്രോഫ് ശനിയാഴ്ച ദിവസം കിട്ടിയത് 5,86,00,000 രൂപയാണ്. ശനിയാഴ്ച ദിവസം ഇന്ത്യ ഒട്ടാകെ നിന്ന് ദൃശ്യം 3 കളക്ട് ചെയ്തത്. അതിൽ 4,35,00,000 കേരളത്തിൽ നിന്നാണ്. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പം 4.5 കോടിയിലൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ വരുമ്പോൾ. ഏതായാലും 5,86,00,000 തന്നെ നമുക്ക് പിടിക്കാം. അങ്ങനെ തെലുങ്കാനയിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്ത് 25 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ 8,46,00,000 തെലുങ്കാന കളക്ഷൻ എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 35 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 7,80,00,000 തമിഴ്നാട് കളക്ഷൻ എത്തുന്നു. പിന്നെ കർണാടക 61 ലക്ഷം രൂപ കളക്ട് ചെയ്ത കർണാടക കളക്ഷൻ 12,45,00,000 എത്തുന്നു. അതെനിക്ക് തോന്നുന്നു ഇപ്പം 13 കോടി കടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഫാക്ട്നെക്കിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ പിന്തുടരുന്നത്. അതിനകത്ത് 61 ലക്ഷം രൂപ 12,45,00,000 കടന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു റിപ്പോർട്ട് കണ്ട പ്രകാരം ഇന്നലെ തന്നെ 12 കോടിക്ക് 13,31 അങ്ങനെ കടന്നതായിട്ട് ഒരു വാർത്ത കണ്ടായത്. ഏതായാലും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ, അത് നമുക്കങ്ങ് സഹിക്കാം, അല്ലേ? അപ്പം 12,45,00,000 കർണാടക കളക്ഷൻ, കേരള കളക്ഷൻ 4,35,00,000, 71,40,00,000 പിന്നെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഇന്നലെ 30 ലക്ഷം ഉണ്ടായിരുന്ന കളക്ഷൻ. അങ്ങനെ 83 ലക്ഷമാണ് ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള കളക്ഷൻ. അങ്ങനെയാണ് ടോട്ടൽ 5,86,00,000 രൂപ. അപ്പോൾ ഇന്ത്യ ഗ്രോഫ് 105,94,00,000 രൂപയിലേക്ക് ഇന്ത്യ ഗ്രോഫ് ഉയർന്നിരിക്കുന്നു. 105,94,00,000 ബൊമ്പൻ കളക്ഷൻ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു 5-6 കോടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. താമസിക്കാതെ തന്നെ 125-150 കോടിയിലേക്ക് നമ്മുടെ ഇന്ത്യ ഗ്രോഫ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ദൃശ്യം 3 കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കളക്ഷനിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. എന്നാലും ആധികാരികമായിട്ടുള്ള കളക്ഷൻ ഇത് തന്നെയാണ്. മികച്ച ടിക്കറ്റ് വിൽപ്പന കളക്ഷൻ ദൃശ്യം 3 മുന്നേറുകയാണ്. ഇന്നും 6 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നുകൊണ്ട് 110 കോടിയിലേക്കൊക്കെ കടക്കും. നിഷ്പ്രയാസം 111 കോടിയിലേക്കൊക്കെ ഇന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മിക്കവാറും സെൻറ്ററുകളിലെല്ലാം, കർണാടക എടുത്താലും തമിഴ്നാട് എടുത്താലും എല്ലാ സെൻറ്ററുകളിലും ഇന്ന് മികച്ച രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പനയും കാണിക്കുന്നുണ്ട്. അതൊക്കെ ദൃശ്യത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ വർധനവിന് കാരണമാകുന്നുണ്ട്. പല സെൻറ്ററിലും ഇന്ന് ഒരു പൊളിക്കും. ഞായറാഴ്ചയാണ്, പൊളിക്കണം. അപ്പം കാണാത്തവർ എത്രയും പേര് ടിക്കറ്റ് എടുക്കുക, കാണുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. ഈ കണ്ടതിന് ശേഷം, കാണാത്തവർ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് അഭിപ്രായം പറയണേ. എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് തന്നെയാണെന്ന് അറിയേണ്ടേ. ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും അഭിപ്രായം വ്യത്യസ്തമായിരിക്കും, അല്ലേ? എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നല്ല നിങ്ങളുടെ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ദൃശ്യം 3 തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ചിലവർ പറയുന്നു എന്ത് പടം, ചിലവർ പറയുന്നു ദൃശ്യം 2-നേക്കാൾ പൊളി സാധനമാണ്. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. അത് നമ്മൾ പറഞ്ഞു, ഭൂരിപക്ഷ തീരുമാനമാണ്. നമ്മളിന്ന് ജനാധിപത്യ രാജ്യത്ത് ഭൂരിപക്ഷത്തിനാണ് എപ്പോഴും മുൻഗണന. ആ ഭൂരിപക്ഷം പറയുന്നു ദൃശ്യം 3 മികച്ചൊരു ചിത്രമാണ്. അത് നമ്മൾ സമ്മതിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ, ബൈ.